നമസ്കാരം, ലക്ഷ്മീസ് മാജിക് പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാരമൽ മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാരമൽ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പോളം വെള്ളം, ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയിട്ട് നല്ല ബ്രൗൺ കളറാവും. പഞ്ചസാര നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ തീ സിമ്മിലിട്ടാൽ മതി, പെട്ടെന്ന് കരിയും. പിന്നെ ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ സിമ്മിലിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് വേഗം ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിക്കുമ്പോഴോട് കൂടെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല സോസ് പോലെ ആവും. ഇപ്പോൾ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 1 ഗ്ലാസ് പാല്, ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമ്മളിത് പഞ്ചസാര പൊടിച്ച് ചേർത്തേക്കണ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആവും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ. ഞാനിങ്ങനെ 1 കപ്പ് മൈദയ്ക്കാണ് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ഇതിൽ ചേർക്കണുള്ളൂ, അത് കാരണം കൊണ്ട് 1 ടീസ്പൂൺ ഫുള്ള് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇങ്ങനെ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാല് കറക്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ കാരമൽ സോസ് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് വേറെ പാലിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കറക്റ്റാണ്. കേക്ക് ടീൻ നല്ല ബട്ടറൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചതാണ്, ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 30 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കാം, അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നേരം എക്സ്ട്രാ വെക്കാം. അത്രയും വേണ്ടി വരുള്ളൂ. ഒരു 35 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡി ആവും. നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തു. സൈഡൊക്കെ ഒന്ന് പതുക്കേനൊന്ന് വിടിയിച്ചെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല
നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി നമുക്ക് ഈ മേലത്തെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഇനി കാരമൽ സോസ് ഒഴിക്കുമ്പോൾ ഉള്ളിലേക്ക് കുറേശ്ശെ അങ്ങനെ ആ സോസും ഇറങ്ങിയിട്ട് നല്ല സ്വാദുണ്ടാവും കേക്ക്. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്നൊരു ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. നമുക്ക് ഈ കാരമൽ സോസ് മേലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ല ഭംഗിയായിട്ട് ഒഴിച്ചിട്ട് നമുക്കത് സെറ്റാക്കാം. ഇത് കാരമൽ സോസ് ഇങ്ങനെ മേലെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിങ്ങും കൊടുക്കും, ടേസ്റ്റും സൂപ്പറാണ്. ഇതാ കാരമൽ മിൽക്ക് കേക്ക് റെഡിയായി. നല്ല എളുപ്പമുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.